ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അധികം ഒട്ടും ടൈം കളയുന്നതുകൊണ്ട് എന്റെ ടൈം മാനേജ്മെന്റ് കമ്മിറ്റി ഒരു 10 പ്രാവശ്യം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒട്ടും ടൈം കളയുന്നില്ല. നമ്മുടെ സുന്ദരികൾ പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. നിങ്ങൾ 3 പേരല്ലോ, 2-3 പേരും കൂടി ഇല്ലേ? ഓ, അവർ ആ സൈഡിൽ നിന്നാണ്, സോറി. ഓക്കെ, കൊടയും വടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. തരുണി മണികൾ പ്ലീസ് വെൽക്കമിങ് ദം. അവരൊരു അടിപൊളി പേരാണ് ഇട്ടിരിക്കുന്നത്. അരിശുമുട്ടിൽ അപ്പക്കുട്ടൻ ഡാൻസ് കമ്പനി പെർഫോംസ്. ഓക്കെ, ആരൊക്കെയാണ്? ലാലേട്ടൻ, അൺഫോർഗെറ്റബിൾ മ്യൂസിക്. ഇറ്റ്സ് കമ്മിങ് ഓൺ ടു സ്റ്റേജ്. ഈഷ, മിയ, ദിയ, നിവി, ടെസ ആൻഡ് കിക്കി. ബിഗ് അപ്ലോസ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അത് അപേക്ഷിക്കുകയാണ്. ഇതാണ് നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. எங்க கட்டட சிங்க கட்டட சும்மா இருட்டா நம்ம ராசா எந்த குதிரைக்கு எதிரி வாக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய பெரும் ஜாப்பா. பிறகு இந்த பட்டணம் சொந்தமாகி போட்டி கட்டுவாடா. உத்தி பட்டணம் போட்டி கட்டண சொன்ன வாடா. எங்க கட்டட சிங்க கட்டட சும்மா இருட்டா இருட்டா. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? ഓഹോ, കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമേ കവിതയുമായി എന്റെ ഗാനെ നിന്റെ ചൊടിയ വിരിയും മലരിനാളികൾ മധുമുകരും. എങ്ങനെ 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 പുതുമോടി പാട്ടും പാടി കളിയാടാൻ വന്നോളേ. ഒരു വള്ളം കളി കാണാൻ ഇലവകത്താടും ചുറ്റി Then I will take it out after going to the നെഞ്ചും കഞ്ചവാടമേഴും സ്വർഗറാണിയും നീ സ്വപ്ന കന്യയും മുന്നിൽ ഇന്ദ്രജാലമാടും ക്രിയോപാട്രയും നീ ഡിസ്റ്റിമോനയും. രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം തുളഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടിയിങ്ങു വന്നതാണ് ഞാൻ. ക്രിസ്മസിന് എന്റെ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി കേക്കണം.
അടിപൊളി അടിപൊളി. ഇതിൽ 10 സെക്കൻഡ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത്ര അടിപൊളിയായിരുന്നു. ഒരു വൺ കൈയടി പ്ലീസ്. തകർത്തു തകർത്തു, പൊളിച്ചു കളഞ്ഞു. എന്തായാലും ഈ പിള്ളേർ ഇതിന്റെ ഇടയിൽ ഇപ്പൊ പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നു ആവോ അല്ലെ? ഹോംവർക്കൊക്കെ മാറ്റി വെച്ച് അങ്ങ് പൊളിച്ച് ഡാൻസ് തകർത്തു കേട്ടോ. താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവരുടെയും പേര് പറഞ്ഞ് കൈയടിക്കണം എന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു വലിയ കൈയടി കൊടുക്കാമോ വൺസ് അഗൈൻ? താങ്ക് യു. അവരുടെ കോസ്റ്റ്യൂമും ഒക്കെ പൊളിച്ചു എന്തായാലും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അവരോട് അവരുടെ ഇൻട്രൊഡക്ഷൻ പറയരുതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇച്ചിരി അഹങ്കാരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എളിമ കൊണ്ടാവാം അല്ലെ? ഇത് തീർച്ചയായിട്ടും എളിമ കൊണ്ടിട്ടാണ്. അതുകൊണ്ട് ഒരാൾ കടന്നു വരികയാണ്. യെസ്, എല്ലാവരും പ്ലീസ് വെൽക്കമിങ് them on to stage. ഏഹേയ് കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോള കണ്ടേ, ഇലകൾ കണ്ടേ കായ്കളും, ഏയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. ടൈമിംഗ് ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ സംഭവിക്കുന്നു എന്ന് കരുതുന്നു. ഓക്കെ, എന്റെ പേര് ജിയോ. ഞാനൊരു മ്യൂസീഷ്യനാണ്. സാധാരണ ഇവന്റ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിയാനോയുടെ പുറകിൽ നിന്നുകൊണ്ട് ബംഗാളി, തമിഴ്, മറാത്തി, ഗുജറാത്തി പല ഭാഷകളുള്ള പാട്ടുകൾക്ക് സിംഗേഴ്സിന് ഞാൻ അക്കമ്പനി ചെയ്ത് കൊടുക്കാറാ പതിവ്. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താ ആർക്കെങ്കിലും പറയാവോ? ആരോ പറ, കേരള പിറവി എന്നല്ലേ, November 1st. എത്രാമത്തെ പിറവി എന്ന് ചോദിക്കണേ ഞാൻ. ഓക്കെ, സോ നമുക്ക് കുറച്ച് അടിപൊളി മലയാളം പാട്ടുകളൊക്കെ പാടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? എന്റെ കുറച്ച് കൂട്ടുകാരും കൂടെ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുവാണ്. കഹോൺ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അമിത് ബ്രോ ഉണ്ട് ഇവിടെ. അമിത് ബ്രോ പ്ലീസ്. പിന്നെ എന്നെ വോക്കലിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അതിന് എന്റെ ചങ്ക് അരുൺ ബ്രോയും ശ്യാം ബ്രോയും ജോബിൻ ബ്രോയും ഉണ്ട്. വേർ ഈസ് ജോബിൻ? ഓ, ഹീസ് ഹിയർ. അപ്പൊ ആർ യു റെഡി? റെഡിയാണോ? ഒരു ഹലോ 1 2 3 4 ഒക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് നമ്മൾ പരമാവധി വേഗം പോകും കേട്ടോ. ഡോണ്ട് വറി. മാണിക്കച്ചിറകുള്ള മാറത്തുക്കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി, കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഏഹേയ് കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോള കണ്ടേ, ഇലകൾ കണ്ടേ കായ്കളും, ഏയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. കാടുപൂത്തല്ലോ ഞാവൽ കാപ്പടുത്തൽ. അറിയാവുന്നവർ ചേർന്ന് പാടിക്കോ. ഖാനമായില്ലേ. എവിടെ റോണി ബ്രോ? ഒന്ന് പാടിക്കേ. പാട്ട് പാടിത്തന്ന തത്തമ്മേ, കൂട്ടിലെന്തേ വന്നു ചേരാത്തു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എത്ര വർഷം പഴയ പാട്ടാ അല്ലേ? ഏകദേശം ഒരു 65 വർഷം പഴയ, 60 വർഷം പഴയ പാട്ടാ അത്. നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാ. പലരും പറയും പഴയ സംഗീതത്തിനൊക്കെ ആ മാജിക് ഉള്ളൂ, ഇന്നത്തെ സംഗീതത്തിനൊന്നും മാജിക് ഇല്ല. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നല്ല ഗാനങ്ങളുണ്ടല്ലേ? ഒരു സ്മോൾ ഇന്ററപ്ഷന്. നമുക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഒരു സൈലൻസ് എക്സ്പെക്ട് ചെയ്യാവോ പ്ലീസ്? ഞങ്ങളുടെ കയ്യിൽ വേറെ ട്രാക്ക് ഒന്നുമില്ല. ജിയോയുടെ പിയാനോ ആണ്. ആ മാജിക് നിങ്ങൾ കേൾക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുറച്ചൊരു സൈലൻസ് കിട്ടിയാൽ ഇറ്റ് വുഡ് ബി റിയലി അപ്രീഷിയേറ്റഡ്. എനിക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. എല്ലാരും കൂടെ ഒന്നിച്ചൊരു കുടുംബം പോലെ ഇരിക്കുകയാണല്ലോ, നമുക്കിതൊരു ഫാമിലി ഗെറ്റ് ടുഗദറാക്കി മാറ്റാം. എല്ലാവർക്കും ഒന്ന് എണീറ്റ് അടുത്തടുത്തിരിക്കാവോ? ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കേരളപ്പിറവി ദിനത്തിലുള്ള എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ മലയാളികളായ സഹോദരങ്ങളോട്. എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നിച്ച് ഒരു കുടുംബം പോലെ ഇരിക്കാവോ? കുടി പ്ലീസ്. നിങ്ങൾ ഇരുന്നോ, ഞങ്ങൾ ആ പാട്ടങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണേ. ചേർന്ന് പഠിക്കേ. ഒരു
ഇപ്പൊ കഥ തുടരും. കഥ വീണ്ടും തുടരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഹാപ്പിയാണോ? നമ്മുടെ മലയാളം സിനിമാ ലോകത്ത് എത്ര നല്ല ഗാനങ്ങളുണ്ടല്ലേ ഓരോ ജനറേഷനിലും. ഒരു ഗാനം ജനിക്കണമെങ്കിൽ അവിടെ ഒരു മ്യൂസിക് ഡയറക്ടർ വേണം അല്ലേ, ഒരു സംഗീത സംവിധായകൻ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാവരും ഒന്ന് സൈലൻസ് ആകോ? ഇത് ഓഡിബിൾ ആണോ? ഹലോ ഡിയർ ബ്രദേഴ്സ്. അനേകം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ പ്രധാനമായിട്ട് രണ്ടുപേരെ ഇന്ന് എടുക്കാൻ പോവാണേ. നമ്മുടെ ജോൺസൺ മാസ്റ്ററും ഇളയരാജ സാറും. അവരുടെയൊക്കെ ഗാനങ്ങളുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം കേട്ടതിന് ശേഷം അത് നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. നമ്മൾ ഹോണ്ടിങ് ആണെന്ന് പറയും അല്ലേ. ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറുടെ ആ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിം ഡയറക്ടർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില ഏരിയാസ് കാണും. അത് അവർ മ്യൂസിക് കൊണ്ട് കൺവേ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാം അറിയാം ലാലേട്ടൻ്റെ ഫേമസ് മൂവിയാണ് കിരീടം. ഏത് പാട്ടാ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നേ? യെസ്. അത് എന്തുകൊണ്ടാണ് അത് ആ സീനും എല്ലാം കൂടെ നമ്മുടെ അകത്തോട്ട് കയറി വന്നത്? ആ മ്യൂസിക്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈനീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വീട് ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേഴുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർക്കുടം പോലെ തേങ്ങി ഇളവേലു തഴുകീരു മുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി ഇളവേലു തഴുകീരു മുകുളമിതൾ നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി ചഞ്ചലിത പാദമിതു ചാരുതകൾ പോലും ചന്ദനമണിപ്പടിയിൽ ഉണ്ണിമലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ താനേ ചിരിക്കും താരങ്ങൾ പോലെ മണ്ണിന്റെ മാറിൽ മാന്തളിരു പോലെ മാറുന്നത് ശോഭകളെ ഭൂമി വരവേൽക്കയ പൂവിന്റെ കവിളിൽ തലോടി ഈണം കുഴഞ്ഞും പഴം പാട്ടിൽ മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ എന്തേ ഉള്ളൂർ കുടം കേണുറങ്ങി. നമുക്ക് ഈ ശോകവും കരച്ചിലൊക്കെ ഇച്ചിരി മാറ്റിയാലോ? നിങ്ങൾ ശ്രദ്ധിച്ചോ മ്യൂസിക് ഡയറക്ടറിന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ ആ സീൻസിനകത്തൂടെയൊക്കെ ഇപ്പോഴും കടന്നു പോകും. എത്രയോ വർഷം മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയാൽ, ബട്ട് സ്റ്റിൽ ആ മ്യൂസിക് നമ്മളെ അതിനകത്തൂടെ എല്ലാം കൊണ്ടുപോകും. നമുക്ക് കുറച്ച് ഹാപ്പി ആയാലോ? നമ്മൾ മലയാളികൾക്ക് ഒത്തിരി മെലഡീസ് സമ്മാനിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ബട്ട് ഹീസ് നോട്ട് എ മലയാളി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ അത്? കൊച്ചേ പറഞ്ഞോ? വിദ്യാസാഗർ. നമ്മളൊക്കെ വിദ്യാജി എന്ന് വിളിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങളായാലോ? നീ മറന്നോ പോയൊരു നാൾ പോലെ നാം ഒതുവഴി
പാദസരം ഞാനല്ലേ. വൺസ് മോർ. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ. നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടിരിക്കല്ലേ, എനിക്കല്ലേ. കിടുന്നാക്കിങ്ങിടിച്ചട്ടെ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ണുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഉണവില്ലു കൈകളിലേന്തി ഊഞ്ഞാലാടാം. കാലിനെയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ താളിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ തീർക്കാം, അടുക്കുന്നില്ലേറാ. വയലാർ രാമവർമ്മ, ഗിരീഷ് പുത്തഞ്ചേരി, റഫീഖ് അഹമ്മദ്, ഇവരൊക്കെ ആരാ? പറഞ്ഞോ, കറക്റ്റാ. ലിറിസിസ്റ്റ്, ഗാന രചയിതാക്കൾ അല്ലേ? നമ്മുടെ മലയാളം സിനിമാ ശാഖയിൽ എടുക്കുവാണെങ്കിൽ ഒത്തിരി ഗാനരചയിതാക്കളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഈ 3 പേരെയും തിരഞ്ഞെടുത്തെന്ന് അറിയാവോ? ഇവര് 3 ജനറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നവരാ. നമ്മുടെ പേരൻസിന്റെ കാലം തൊട്ട്, അല്ലെ നമ്മുടെ സ്കൂൾ ടൈം, ഇന്ന് നമ്മുടെ ജെൻസി ഇത് എവിടെയാ ജെൻസിക്കാരൊക്കെ എന്തേ? റോണി ബ്രോ. ജെൻസി കാലഘട്ടങ്ങളിലുള്ള എല്ലാവർക്കും വേണ്ടി ലിറിക്സ് എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ദൗത്യം എന്താണ്? അദ്ദേഹം ഒരു ട്യൂൺ ചിട്ടപ്പെടുത്തും. ഈ മൈക്ക് ഇച്ചിരി ജാറ് ചെയ്യുന്നുണ്ട് തോന്നുന്നല്ലേ? ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിശക്കുന്നുണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിയുമ്പം അതിന് വീണ്ടും ജീവൻ കൊടുക്കുക. ലൈൻസ് എഴുതി, മുമ്പേ കണ്ണീർ പൂവ് പാടിയ പോലെ ആ ലൈൻസ് പിന്നെ അവിടെ ലൈഫ് ഉണ്ടാക്കുക. സോ ഒരു മ്യൂസിക് ജനിക്കുന്നതിനകത്ത് വിവിധ സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ടർ വേണം, ഇവിടെ ഇപ്പൊ പറഞ്ഞ ലിറിസിസ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ 3 പേരുടെയും അടിപൊളിയായിട്ടുള്ള ചില ഗാനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. വേനൽക്കീനാവിന്റെ ചെപ്പിൽ വീണുമയെന്നുമെന്നുറ്റേ, നിന്നെ തഴുകി തലോടാൻ ഹൃതിയോടെ പുണരാൻ. അറിയാവുന്നവർ പാടിക്കോ. ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു.
നീരിൽ വീഴും പൂക്കൾ ഉള്ളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലിയുകയല്ലോ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ അവനെ കാവല് നീയാണേ ജിയോ കരിമീൻ പെണ്ണാളേ കണ്ണാളേ തന്തന തന്തന തന്താന തന്തന തന്തന തന്താന പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ തന്തന തന്താന തന്തന തന്തന തന്താന മാനത്ത് പറക്കണ ചെമ്മാനേ മാനത്തു പറക്കണ ചെമ്പാരന്തേ ആറ്റുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ ആറ്റുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ ഒരു നല്ല കോളുതാ കടലമ്മേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ തന്തന തന്തന തന്താന തന്തന തന്തന തന്താന വിശക്കാൻ തുടങ്ങുന്ന എനിക്കറിയാം. എന്നാൽ ഈ തന്തന തന്തന എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പാടാം. പുറകില് റെഡിയാണോ? അതൊന്ന് പാടിക്കേ. തന്തന തന്തന തന്താന തന്തന തന്തന തന്താന. ഈ സൗണ്ട് ഒന്നും പോരാ. മലയാളികളുടെ സൗണ്ട് ഒന്ന് വരട്ടെ. അതെ 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 ദേ പുറകിൽ 5 പേര് നിന്ന് എന്നാ ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ മലയാളികളുടെ ആ സൗണ്ട് എല്ലാം അങ്ങ് വരട്ടെ വെളിയിട്ട്. പാടിക്കേ. തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന അരയന തോന്നിൽ പോയാല് അവന് കാവല് നീയാണേ അരയന താരോലം കിളിപ്പെണ്ണല്ലേ തന്തന തന്തന തന്താന തന്തന തന്തന തന്താന പെണ്ണാളേ 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 തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന തന്തന തന്തന തന്താന. താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും. അടിപൊളി അടിപൊളി. ഇനിയും പാട്ടുണ്ടോ? സോറി ഇല്ല. ജോബിന് എന്തോ പറയാനുണ്ട്. ഇല്ലില്ല ഡിന്നറിന് ഓക്കെ ഓക്കെ.
ഇതിനൊരു വൻ കയ്യടി കൊടുത്തേ മതിയാവൂ പ്ലീസ്. ഓരോരുത്തർക്ക് സമയമില്ലാന്നറിയാം, എന്നാലും ആമേൻ, ആമേൻ, ആമേൻ. ജോബിൻ, 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 ശ്യാം, 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 അരുൺ, 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 ജിയോ. അടിപൊളി, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞങ്ങളുടെ ഹഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹഗ്. ഓ യെസ് യെസ്, എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് എല്ലാവരുടെ ഹഗ് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ്. ഇതിലും നമ്മൾ തീരുന്നില്ല, നമ്മളിപ്പോ പകുതി ആയിട്ടുള്ളൂ അല്ലേ ജോബിനെ? ഞങ്ങളിവിടെ കാണും. നിങ്ങൾ ഇവിടെ തന്നെ കാണും. പക്ഷേ അടുത്തത് നമ്മുടെ DJ ഉണ്ട്, അതുകൊണ്ട് ആരും പോകാൻ പറ്റത്തില്ല. എനിക്കറിയാം എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന്. നമ്മൾക്ക് ഡിന്നർ കൗണ്ടർ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പറയാൻ മറക്കാതെ 2-3 പേരുടെ പേര് ഞാൻ പറയാണ്. We have Edwin, Dan and Pete helping us with the sound and light. We have to thank them. അവർ അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈവൻ പാടുന്നതിന്റെ ഇടയിൽ പോലും പുള്ളി ഓടിപ്പോയി മൈക്ക് കൊടുക്കും ഒക്കെ. ഇറ്റ് വാസ് അമേസിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്. അതെ, നമുക്ക് ഇത്രയും നല്ലൊരു ഹാളും എല്ലാം അറേഞ്ച് ചെയ്ത് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. ഇനി നിങ്ങൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാണ്. നമ്മൾ പുറത്തുനിന്ന് വന്ന പാർട്ടിസിപ്പൻസിന് സ്പെഷ്യലി എല്ലാവരോടും താങ്ക് യു പറയുന്നു. ആൻഡ് ഓൾസോ ഓൾ ദ ഹിൽവിസം പാർട്ടിസിപ്പൻസ്. എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു വൺ മോർ കയ്യടി കൊടുക്കാമോ? DJ ഉള്ളത് മറക്കരുത്. ഫുഡിന് എല്ലാരും ഫുഡ് സെറ്റ് ആണല്ലോ അല്ലെ? എവിടെ സിജോ, തോമസ്, ഫുഡ് റെഡി അല്ലേ? ഞാൻ ഇന്ന് ഗ്ലെന്നിന്റെ കൂടെ വീട്ടിൽ പോകുന്നുള്ളൂ. ഗ്ലെൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാരും ഞാൻ ഇപ്പോഴേ ഗ്ലെന്നിനെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക്. പൊളിക്കണം നമുക്ക്. ഓക്കെ, ആരും DJ കൂടാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഓക്കെ, റെഡി അല്ലേ? യെസ്, ഓക്കെ. സോ ഹെൽപ്പ് യുവർ സെൽഫ്. ഫുഡിന്റെ ഒരു റിക്വസ്റ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി വിൽ നോട്ട് കം വിത്ത് ഫുഡ് ടു ദിസ് സൈഡ്. വി വിൽ ഓൺലി യൂസ് ദാറ്റ് റൂം. സോ ദിസ് ഈസ് എ ചർച്ച് പ്രൊമൈസസ്. വി ഷുഡ് റെസ്പെക്ട് ദാറ്റ് ആൻഡ് വി വിൽ ഓൺലി യൂസ് ദാറ്റ് പ്ലേസ് ഫോർ ഫുഡ്. യാ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഹെൽപ്പ് യുവർ സെൽഫ്. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ്. നമ്മുടെ DJ ഉണ്ട്. എല്ലാരും ഡിന്നറിന് പ്ലീസ് വെൽക്കം. എല്ലാരും ഡിന്നറിന്. താങ്ക് യു. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. ഞാനും പോരാം തൃശ്ശൂർ പൂരം കാണാം. ഞാനും പോരാം തൃശ്ശൂർ പൂരം കാണാൻ. ഒന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കാണണം കാന്ത, തിമിരം എനിക്കൊന്ന് കൊണ്ടണം കാന്ത.
പൊളിച്ചു. ചാർജായി നിൽക്കുക. അത് പുള്ളി ചെയ്യും. ഞങ്ങളൊരു DJ-യുടെ മൂഡില്ല ഇപ്പം. ഐശ്വര്യ പറഞ്ഞോണ്ട് ഇതൊരു അടിപൊളി പാട്ടോ. അതെ, ആരും കൊണ്ടുവരുമോ? ആർക്കെങ്കിലും പാട്ടോന്നുണ്ടെങ്കിൽ ഒന്ന് പാടാം. ഇവിടെ ഓണത്തിനെല്ലാം പാടി മടുത്തൊരു നമ്മൾ വെറുപ്പിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രം പാടാം. അന്തിക്കടപ്പുറത്ത് റെഡിയല്ലേ? അന്തിക്കടപ്പുറത്ത് എന്റെ കൂടെ പാടണേ, ഞങ്ങളുടെ കൂടെ പാടണം. അന്തിക്കടപ്പുറത്ത് അന്തിക്കടപ്പുറത്തോരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പാടുന്നല്ല തേരകളല്ല ചെന്മാരം വാഴണ തോരയരയൻ അങ്ങേ കടലിൽ കമ്പിയോടക്കാൻ പരു തോടനാണേ. അന്തിക്കടപ്പുറത്തോരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ടക്ക് ടക്കൻ ടക്ക് 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 ടക്കൻ ടക്ക് മരനീരും ഒതി നടക്കണ ചെമ്മാനത്തെ കൊണ്ടരയും
കൂട്ടി മുറുക്കി നടത്താനാണ് ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ പൊരയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ ഇതും കൂടെ പാടണേ പലകാലത്തും ആരുടെ ഫേമസ് പാട്ടുകളല്ല പാടണേ ഹലോ കമോൺ ബ്രോ ഹലോ രണ്ടെണ്ണം അടിച്ചിട്ട് പാടണേണ് കമ്മട്ടിപ്പാടം ഞാനറിയും കുഴലുകളെല്ലാം എന്റേതോ പൊന്നച്ച നീ അറിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ ഞാനേന്തിയ ചാറും ചുരരും മധുവല്ലേ പൊന്നച്ച നീ മോന്തിയ മധുവിൻ ചോര ചുടുചോര പൊന്മകനെ അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലെൻ മകനെ ഇക്കായൽ കരയും കടലും ആരുടേതുമല്ലെൻ മകനെ പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പരകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു മരിക്കുന്നിവിടം ഭൂലോകം എൻ മകനെ നരകിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എന്തിനു മകനെ താനിന്ന തന്നാനോ തനനാനെ നന്നാനേ നന്നാനോ താനിന്ന തന്നാനോ തനനാനെ നന്നാനേ നന്നാനോ മലയൊന്നും പുഴതല്ലെൻ മകനെ ഈ കായൽ കരയും കടലും ആരുടേതുമല്ലെൻ മകനെ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പരകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം എൻ മകനെ നരകിച്ചു പൊറുക്കുന്നിവിടം ഇഹലോകം എന്തിനു മകനെ താനേ തന്നാനോ തനനാനേ നന്നാനോ അരുണുണ്ട് പാടാം പണ്ട് പാടുന്നത് ആലായാൽ തര വേണം അരുൺ
പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലയും എടുത്ത് ചെറുഞാറ് നടുന്നൊരു കാല് തന്നു ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്ത് നിൽക്കണൊരാൽമരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു യും എടുത്ത് ചെറുഞാറ് നടുന്നൊരു കാല് തന്ന് ഓടി മറഞ്ഞൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് മെല്ലെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാൽമരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പാണന്റെ പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചോടു വച്ചിടും. താളത്തിനോരത്തവൾ എന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ മാങ്ങ മരത്തിൻ മരവിലിരുന്ന് ആരുമറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടുന്നൊരു കാല് തന്ന് ഓടി മറഞ്ഞൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് മെല്ലെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്ത് നിൽക്കണൊരാൽമരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പരിപാടി ഇവര് കൊണ്ടുപോയി.